പരിസയരും നിയമജനൊക്കെ കർത്താവിനെ ഭയങ്കര ക്രിറ്റിസിസം നടത്തി. അവൻ്റെ അച്ഛൻ്റെ മകനല്ലേ, എൻ്റെ മാതാപിതാക്കളെ നമുക്കറിയാവുന്നല്ലേ. ഈശോയെ അങ്ങ് ചെറുതാക്കി മാക്സിമം അങ്ങോട്ട്. അപ്പോൾ ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ കാണുന്നു, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ടച്ചിങ്. കർത്താവ് ഇവനെ തൊടുന്നില്ല. കർത്താവ് ഒത്തിരി പേരെ തൊടുന്നു കാണാം, പക്ഷെ ഇവനെ തൊടുന്നില്ല. കാരണം ഇവന്റെ ഉള്ളില് ബുദ്ധിയിൽ അന്ധകാരം കയറിയിട്ട്, അഹങ്കാരം കയറിയിട്ട്, പാപശക്തിക്ക് അടിമപ്പെട്ട് ഏതോ തിന്മയൊക്കെ അവർ വേട്ടയാടുന്നതുകൊണ്ട് അനുഭവിക്കാം. ഈശോ അടുത്ത് ചെന്നിട്ട് ഇവരെ സഹായിക്കും. അതല്ല, കപർനാഹോമില് ഈശോ ചെന്നിട്ട് ഒരു ദിവസം വലിയൊരു ശുശ്രൂഷ നടത്തിയെന്നാണ് ബൈബിളിൽ പറയുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അവിടെ ഒരു മനസാന്തരവും ഒരു ഹീലിങ്ങും ഉണ്ടായിട്ടില്ല. സുവിശേഷകൻ നല്ലൊരു അടിക്കുറിപ്പാണ് ആ സംഭവത്തിന് എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഇടയിൽ അവന് ഒന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഇടയിൽ അവൻ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങൾ നല്ല വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയാണ്. അച്ഛൻ ആദ്യം പറഞ്ഞത് അനേകം വൈദികരുടെയും അനേകം ആത്മാ ശുശ്രൂഷകളുടെയും രാവും പകലുമുള്ള കഷ്ടപ്പാടിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഇന്നിവിടെയുള്ള ഈ വലിയൊരു വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ. യെസ്, അതുകൊണ്ട് നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് അണുവിട്ട് വ്യതിചലിക്കാതെ ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് ഒത്തിരി കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വെളിപ്പെടുത്തി കാണിച്ചിരുന്നു. 2 ദമ്പതികൾക്ക് മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പരിശുദ്ധമായി ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഒരാളുടെ ഈശോ കാണിച്ചിരുന്ന ഒരു പ്രത്യേകതരം ദേഹത്തുള്ളൊരു ട്യൂമർ കർത്താവ് ഈ സമയത്ത് തന്നെ കർത്താവ് ഇങ്ങനെ സൗഖ്യപ്പെടുന്നതായിട്ടാണ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരു കൊച്ചു കുട്ടിയുടെ നാവിൻ്റെ കെട്ട് കർത്താവ് അടിച്ചു മാറ്റിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ അടിയിലേക്ക് പരിശുദ്ധമായിട്ട് ഒരു വ്യക്തിയുടെ ജോലി മേഖലയിലെ വലിയൊരു പ്രശ്നത്തെ കർത്താവ് ഇങ്ങനെ ചെന്ന് ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നു ശക്തമായിട്ട്. ഈ സമയത്ത് നിരവധി മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമോ? ഉറക്കെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ. അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. വിശ്വാസത്തിന്റെ അഭിഷേകം കെട്ടഴിയട്ടെ, 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 കെട്ടഴിയട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഒരു വചനം പരിശുദ്ധാത്മാവ് തരുന്നു. 1 പത്രോസ് 5:5-7 വരെയുള്ള വചനം. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. താഴ്മയോടെ നിൽക്കണം, തല കുനിച്ച് നിൽക്കണം. അതായത് പ്രഭാഷകൻ 3:18-19 നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തീരും. ഹല്ലേലൂയ. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകും. അതല്ല ഈശോ എത്രമാത്രം ഉന്നതനായിരുന്നു. പിതാവിൻ്റെ കൂടെ കഴിഞ്ഞ പുത്രൻ തമ്പുരാൻ താഴോട്ട് വരിക. എവിടം വരെ വന്നു നമുക്കറിയാം. കുരിശുമരണത്തോളം തന്നെ ചെറുതാക്കി. അതും അതിനോട് ചേർന്നൊരു സംഭവം കാണാൻ പറ്റും. അന്ത്യത്താഴ് വേളയിൽ അവൻ എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അതേ യൂദാസിൻ്റെ പോലും കാല് കഴുകി ചുംബിക്കുമ്പോൾ എളിമ അങ്ങ് ഭൂമിയോളം താഴുന്ന കർത്താവ് എന്തോരം താഴുന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ്, പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ തൻ്റെ വലതുവശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുക, ഉപവിഷ്ടനാക്കുക. അവിടെ ഇരുത്തി എന്നാ പറഞ്ഞത്. ഈശോ മിശിഹ എവിടെ ഇരിക്കുന്നത്? പിതാവിൻ്റെ വലതുവശത്ത്. നാളെ നമ്മളെവിടെ ഇരിക്കും? മരിച്ചു കഴിയുമ്പോൾ എവിടെ ഇരിക്കും? ഹല്ലേലൂയ. അത് എളിമയുള്ള വ്യക്തിക്കാണ്, എളിമയുള്ള മക്കൾക്ക്, വിശുദ്ധിയുള്ള മക്കൾക്ക് മാത്രമുള്ള സ്ഥലം. ഇത് കഥയല്ല കേട്ടോ. മരണാനന്തര ജീവിതം, സ്വർഗമൊന്നും കെട്ടുകഥയല്ല. ഒറിജിനൽ, റിയൽ സത്യമായ കാര്യമാണത്. നുണപ്രചരണമൊന്നുമല്ലത്. ജീവിക്കുന്ന സത്യം. പഠിക്കാൻ ഭയങ്കര അഭിഷേകം. നടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലൊന്നും പഠിക്കാനായിട്ട് പോയത്. ഒറിജിനൽ ഈജിപ്തിൽ
അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പള്ളിയിൽ, പഴയൊരു പള്ളിയിൽ ഞാൻ പോയി. അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പ്രായമുള്ള വലിയ താടിയൊക്കെ ഉള്ള ഇങ്ങനെ അച്ഛനെ വന്നിട്ട് ഞങ്ങൾ അവിടെ ജറച്ചമുണ്ട്. എന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ്റെ മുറിയിൽ കൊണ്ട് ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ തിളച്ചിങ്ങനെ വിശ്വാസം തിളച്ച് നിൽക്കുന്ന അച്ഛന്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറയാ, ഡൊമിനിക്കച്ച ഇന്ത്യയിൽ പോയിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയണം. അപ്പോൾ അവർ നമുക്ക് നമ്മൾ ദൂരെയുള്ളവരല്ലേ. അപ്പോൾ കുറേ വിശ്വാസകാരം അവൻ പറയാം, ഇവിടുന്നൊരു 500 കിലോമീറ്റർ അപ്പുറത്താണ് ഇസ്രായേൽ ദേശം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ജെറുസലേം സ്ഥിതിയിരിക്കുന്നത്. അവിടെ വെച്ചാൽ നമ്മുടെ കർത്താവിനെ ഇങ്ങനെ അച്ഛൻ പറയുക, കർത്താവിനെ കുരിശ് തറച്ചു. ആ സംഭവങ്ങൾ ഇങ്ങനെ കുരിശ് പറഞ്ഞ ചരിത്രം പറയുക. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഒരു നിമിഷം അച്ഛൻ്റെ മുഖത്തൂടെ ഞാൻ വായിച്ചു പഠിച്ചത് മറ്റൊന്നുമല്ല, ഇന്നലെ എന്തോ നാട്ടിൽ നടന്നൊരു സംഭവം പച്ചയ്ക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ട് പറയുന്നൊരു വ്യക്തിയെ പോലെ ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഈ അച്ഛൻ എനിക്ക് വിവരിച്ചു തരികയാ. അത്രമാത്രം മനുഷ്യന്റെ ഹൃദയം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും ഇവിടെ ഭയങ്കര പീഡനം വെച്ചാ സഹിക്കാൻ മേലാത്ത പുറത്തുനിന്ന് ഒരുപാട് മതപീഡനം ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ലോഹ ഇട്ടുകൊണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ കാർക്കിച്ച് തുപ്പ് വെച്ചാൽ. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ ദേഹത്ത് തുപ്പിയിട്ടുണ്ട് വെച്ചാ. എന്നിട്ട് ഞാൻ പിടിച്ചിരിക്കുക, ഈശോ ജീവിക്കുന്നത് വെച്ചാൽ ആരൊക്കെ പറഞ്ഞാലും ഈശോന്ന് അങ്ങനേക്കരുത്, എന്തു ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പൊക്കണം, മരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. എന്നിട്ട് അച്ഛൻ ആ അച്ഛൻ്റെ പള്ളിയുടെ പഴയൊരു പള്ളി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പറഞ്ഞു, പക്ഷേ ഇവിടെ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. 10,000 രക്തസാക്ഷികളുണ്ട്. പഴയൊരു ചരിത്ര അച്ഛൻ പറയുകയാണ്, ആ മതപീഡന കാലഘട്ടത്ത് ഇതുപോലെ ഇവരിങ്ങനെ ഒരു ഈ പള്ളിയുടെ മുന്നിൽ വലിയൊരു കൽക്കുറ്റി ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു. എന്നിട്ട് പറയുക, ക്രിസ്ത്യാനികളെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയിട്ട് കയറി വരാൻ പറയും. ഈ പടയാളികൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പറയും, ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നോ സ്വീകരിക്കുന്നു. തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞാൽ പൊക്കോളാൻ പറയും. ഇല്ല, സ്വീകരിക്കുന്നു, യേശുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ തലയങ്ങ് ചായച്ചു വെച്ചോളാൻ പറയും. എന്നിട്ട് വിട്ടു അച്ഛൻ പറയും, അങ്ങനെ 10,000 ആളുകൾ മരിച്ചച്ച ഇവിടെ ആ സ്ഥലത്ത് കൊണ്ട് എന്നെയും കുറേ നേരം കാണിച്ചിട്ട് ഈ മനുഷ്യൻ കണ്ണു നിറഞ്ഞുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാം, ശരിക്കും പഠിപ്പിക്കാം. ഞാനോട്, ദൈവമേ, നമ്മൾ ഇവിടെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തുവിനെ എത്ര അനുഭവിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ നീ സ്വന്തമാക്കിയോ? എല്ലാം സ്വന്തമാക്കി. ജോലിയുണ്ട്, മക്കളുണ്ട്, ഭവനമുണ്ട്, സ്ഥാനമുണ്ട്, എല്ലാം നേടി. പക്ഷേ യേശു ക്രിസ്തുവിനെ നേടിയെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന എത്ര മക്കൾ ഇവിടെയുണ്ട്? That I belong to Jesus Christ. How many of you can say from your heart that I belong to Jesus Christ? I worship Him. I love Him with all my heart. With all my strength, I love Him. How many of you can say? Please, my dear friends. Hallelujah. നല്ല കൂട്ടായ്മ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അടുത്തുണ്ട് മക്കളെ. ഉത്തരനായ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാര ബലിയർപ്പിച്ച ഒരേ ഒരു ദൈവം, നസ്രായനായ യേശു ക്രിസ്തു കുരിശിൽ രക്തം ചിന്തി അവസാനത്തുള്ള ചോര വരെ ചിന്തിയത് അത് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ആ കർത്താവ് തമാശല്ല മക്കളെ. He's not a joke. He's not a fantasy. He's not a mental disorder. He's not an imagination. But He is really real. He is a living God. He is alive. He is alive. Do you believe that? Yes. Hallelujah. Hallelujah. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പോരാ അഭിഷേകം. Thank you Jesus. Amen. 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 Praise the Lord.